വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കൂഴൂരിൽ NSS സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ ചൊല്ലി വിവാദം. ശക്തമായ എതിർപ്പുമായി ഒരു വിഭാഗം കരയോഗാംഗങ്ങൾ രംഗത്തെത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കരയോഗം ഭരണ നേതൃത്വത്തിനെതിരെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചും പ്രതിഷേധം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് കവർച്ച. വിലപിടിപ്പുള്ള പാത്രങ്ങൾ നഷ്ടപ്പെട്ടു. കയ്പമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി. BJP നേതാവ് N ശിവരാജനെതിരെ DYFI. ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം. ശിവരാജനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് DYFI നേതാക്കൾ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് വിവാദം. NSS സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടിയെ ചൊല്ലിയാണ് വിവാദം ഉയർന്നിരിക്കുന്നത്. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രം വയ്ക്കാൻ RSS നേതാവ് ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. മാള കൂഴൂരിൽ 241 നമ്പർ തിരുമുക്കുളം കരയോഗ പരിപാടിയിലാണ് സംഭവം. പരിപാടിയിൽ ക്ഷണിതാവായെത്തിയ KC നടേശൻ എന്ന RSS നേതാവാണ് ചിത്രം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. RSS നേതാവിൻ്റെ നടപടിക്കെതിരെ കരയോഗം അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയതോടെ പരിപാടി തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു. NSS പരിപാടിയിൽ RSS അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം പ്രതിഷേധമുയർത്തിയത്. ദേശീയ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് വെക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടാണ് RSS നേതാവിൻ്റെ നീക്കം തടഞ്ഞത്. കരയോഗത്തെ RSSൻ്റെയും BJPയുടെയും വർഗീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് ഉപയോഗിക്കരുതെന്നും കരയോഗ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. RSS നേതാവ് പരിപാടിയിൽ സംസാരിക്കുന്നതും അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് മാള പോലീസ് എത്തി പരിപാടി സംഘടിപ്പിക്കുന്നതിന് അനുമതി നിഷേധിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് തിരുമുക്കുളം കരയോഗ അംഗങ്ങൾ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. RSSനും BJPക്കും തിരുമുക്കുള്ള NSSനെ തീരെഴുതി കൊടുത്തിട്ടില്ല. RSSൻ്റെയും BJPയുടെയും രാഷ്ട്രീയ കുടിലത കാണിക്കാനുള്ളതല്ല നായർ സമുദായ സംഘടന. ഇരുവർക്കും വിടുപണി ചെയ്യുന്ന കരയോഗം ഭരണ നേതൃത്വം രാജിവെക്കണമെന്നും ഫ്ലെക്സ് ബോർഡിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. BJP നേതാവ് N ശിവരാജൻ ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ DYFI പ്രകടനം നടത്തി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശിവരാജനെ അറസ്റ്റ് ചെയ്യണമെന്ന് DYFI ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദേശീയ പതാകയെ അപമാനിക്കുക വഴി BJP നേതാവ് നടത്തിയത് രാജ്യദ്രോഹമാണെന്നും ശിവരാജനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഭരണ സംവിധാനങ്ങളിൽ ഭാരതാംബയെ ആരാധിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് ജയദേവൻ പറഞ്ഞു. ദേശീയ പതാകയെ അപമാനിച്ചതിനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ അധിക്ഷേപിച്ചതിനുമെതിരെ DYFI SP-ക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും മറ്റു വിലപിടിപ്പുള്ള പാത്രങ്ങളും നഷ്ടപ്പെട്ടു. കൊറ്റംകുളം കിഴക്ക് SNDP സമാജം ക്ഷേത്രത്തിനടുത്ത് മാഞ്ഞോളി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ വിദേശത്താണ്. രാവിലെ ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്തു കിടന്ന മോഷ്ടാക്കൾ മുറിയിലെ അലമാരകളെല്ലാം കുത്തി തുറന്നിട്ടിട്ടുണ്ട്. സാധനങ്ങളെല്ലാം വാരിവലിച്ചിട്ട നിലയിലാണ്. മുറികളിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകൾ, ഓട്ടുരുളി, അലുമിനിയ പാത്രങ്ങൾ എന്നിവയാണ് നഷ്ടപ്പെട്ടത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചിറ്റൂർ തുഞ്ചൻമഠത്തിൽ ജില്ലാതല വായനാ പക്ഷാചരണം നടത്തി. ചിറ്റൂർ തത്തമംഗലം നഗരസഭ വൈസ് ചെയർമാൻ എം ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കേരളത്തിൽ എത്തുമ്പോൾ ഇവിടെയാണ് എത്തിയത്, ഈ ചിറ്റൂരാണ് എത്തിയത്. അതിമനോഹരമായ ഒരു പ്രദേശമാണ്. അന്ന് ഈ വീടുകളും തോന്നില്ല, നിറയെ അതിമനോഹരമായ പ്രകൃതിയുള്ള ഒരു പ്രദേശം. അപ്പുറത്ത് പുഴ ഒഴുകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ താമസിക്കണമെന്ന മോഹം വന്നു. അപ്പൊ ഈ പ്രദേശമൊക്കെ അന്ന് ഇവിടെ ഈ ചമ്പത്ത് എന്നൊരു തറവാടുണ്ട്. ഇവിടെ അന്നത്തെ നാടുവാഴികളാണ്, അവരുടെയാണ്. അപ്പൊ അവരോട് പോയി അഭ്യർത്ഥിക്കുകയും അങ്ങനെ ചമ്പത്ത് മന്നാടിയാർ എന്നാണ് സ്ഥാനപ്പേര്. അവര് ഈ സ്ഥലം അദ്ദേഹത്തിന് ചെറിയൊരു വിലയ്ക്ക് കൊടുക്കുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സംസ്ഥാന സാക്ഷരതാ മിഷന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിലാണ് ചിറ്റൂർ തുഞ്ചൻമഠത്തിൽ ജില്ലാതല വായനാ പക്ഷാചരണം നടത്തിയത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭ വൈസ് ചെയർമാൻ എം ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ആർ കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാക്ഷരതാ സമിതി അംഗം ഒ വിജയൻ മാസ്റ്റർ വായനാദിന പ്രതിജ്ഞ നടത്തി. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ കൗൺസിലർ ശ്രീദേവി രഘുനാഥ്, റിസോഴ്സ് പേഴ്സൺമാരായ വി പി ജയരാജൻ, കെ വി ജയൻ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സജി തോമസ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി പി പാർവതി, പാലക്കാടൻ ചാമിച്ചൻ, കുരേഷ് വടവന്നൂർ, തുല്യതാ പഠനകേന്ദ്രം അധ്യാപിക ഒ കെ വിനയലക്ഷ്മി, പ്രേരകമാരായ എ ശ്രീജ, വി ചെന്താമര എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന പഠിതാക്കളായ പി ജി ശിവദാസ്, വടവന്നൂർ സത്യഭാമമ്മ, പാലക്കാടൻ ചാമിച്ചൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ വി എം അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ പൈതൃകം, നമ്മുടെ നാടിന്റെ നന്മ, ഇതുപോലെ പരസ്പരം മതചിന്തകൾക്ക് മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ഇന്നും അത് ഓർമ്മപ്പെടുന്നത് അനിലേട്ടന്റെ മുന്നിലിരിക്കുന്നത് കണ്ടപ്പോ എന്റെ മനോമുഖത്തിൽ ആ ചിന്ത വന്നത് അത് ഇതാണ് നമ്മുടെ നാട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. പഞ്ചായത്ത് അംഗം റജുല പി യു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗത്തിന്റെ സ്വന്തം ചെലവിൽ 15 യുവതികൾക്ക് നൽകിയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിതരണവും വി എം അൻവർ സാദിഖ് നിർവഹിച്ചു. 5-ാം വാർഡിൽ 48 വനിതകൾക്കാണ് സ്വന്തം ചെലവിൽ സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നത്. ബാക്കിയുള്ളവരുടെ പരിശീലനം അടുത്ത ഘട്ടത്തിൽ തുടരും. ഏകദേശം 1 ലക്ഷത്തിലേറെ രൂപ സ്വന്തം കയ്യിൽ നിന്നും ചെലവ് ചെയ്താണ് 15 പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയത്. കോർഡിനേറ്റർ ഷബിത മുനീർ പദ്ധതി വിശദീകരിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ വനിതകൾ വി എം അൻവർ സാദിഖിനെ ഉപഹാരം നൽകി ആദരിച്ചു. കെ പി മുനീർ, പി എസ് സുലൈമാൻ, പി എം സാദിഖ് അലി, പി യു ഹക്കീം, സൈഫുദ്ദീൻ, ഷഫീർ, അസീര സി എച്ച്, മുസദിഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ആദരായണം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും MLA കൈമാറി. ഈ ബാങ്കിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ പ്രധാനമായും ഷെയർ ഉടമകൾ എന്ന് പറയും, അതുപോലെ തന്നെ നിക്ഷേപകർ, അതിലെല്ലാം ഉപരിയായി വായ്പക്കാർ. ഇവരാണ് ഈ ബാങ്കിന്റെ ധനകാര്യ സ്ഥാപനം എന്ന നിലക്ക് ബാങ്കിങ് കൈകാര്യം ചെയ്യുമ്പോൾ ദൈനംദിനമായി അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വെറും ഡെപ്പോസിറ്റ് വാങ്ങുക, അങ്ങനെ നിക്ഷേപിക്കുന്ന പണം ജനങ്ങൾക്ക് വേണ്ടി വായ്പ കൊടുക്കുക, അങ്ങനെ വായ്പ തിരിച്ചടക്കുക, പിന്നെ തിരിച്ചും ലോൺ കൊടുക്കുക, അതാണ് ബാങ്കിങ് എന്ന് പറയും. പക്ഷേ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിലയിലുള്ള സേവനങ്ങളും അവരുടെ സാധ്യതക്കനുസരിച്ചുകൊണ്ട് നൽകിക്കൊണ്ടാണ് ഈ ബാങ്കിന്റെ വളർച്ചയുടെ പടവുകൾ അവർ കയറിയിരുന്നത്. ശനിയാഴ്ച വൈകുന്നേരം ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പരിധിയിൽ 2025 വർഷത്തെ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. പാലക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്മോഹൻ ക്ലാസ് എടുത്തു. ഒരു സമീപ പ്രദേശത്ത് ഒരു പെൺകുട്ടിക്ക് ലഹരി വസ്തു നൽകി ഉപദ്രവിച്ചു എന്നുള്ള ഒരു കേസിന്റെ ലഹരിയുടെ ഒരു പശ്ചാത്തലം അന്വേഷിക്കാൻ എക്സൈസ് ഇന്റലിജൻസിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്കുണ്ടായി. അങ്ങനെ അന്വേഷിച്ച സന്ദർഭത്തിൽ ആ കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്തിൽ നിന്നാണ് ആ കുട്ടിക്ക് ആ ലഹരി വസ്തു ആദ്യമായിട്ട് ലഭിക്കുന്നത്.
അവർക്ക് കോളയിൽ ആ ലഹരി വസ്തു ഇട്ടുകൊടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ സ്വാധീനിക്കുന്നത്. പിന്നീട് ആ കുട്ടി കോള വീണ്ടും വാങ്ങി കുടിച്ച സന്ദർഭത്തിൽ ആ കുട്ടിക്ക് ലഹരി ലഭിക്കാതെ വരികയും വീണ്ടും ഈ ആളുകളെ സമീപിക്കുകയും വീണ്ടും ഈ ആളുകൾ ആ കുട്ടിക്ക് ഈ ലഹരി വസ്തു നൽകിക്കൊണ്ട് കോള കൊടുക്കുകയും അങ്ങനെ തുടർച്ചയായി കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയുണ്ടായി. അതുപോലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സമീപ പ്രദേശത്തിന്റെ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ രണ്ടാമത്തെ മലയാളി കൂടിയായ ശ്രീഷ രവീന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ MK ശ്രീനിവാസൻ, P സോമസുന്ദരൻ, C ഉണ്ണികൃഷ്ണൻ, RK രവി, PA പത്മജ, RK റോജ, ബാങ്ക് മുൻ പ്രസിഡന്റ് KT ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സ്വാഗതവും സെക്രട്ടറി വിനോദ് മേനോൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പുതുശ്ശേരി മലയങ്കാവ് മാർസ് ക്ലബ് അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടത്തി. നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയാണ് ക്ലബ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത മികച്ച അംഗൻവാടി വർക്കർ കനകയെ പുരസ്കാരം നൽകി ആദരിച്ചു. കസബ പോലീസ് സ്റ്റേഷൻ SI മനോജിന്റെ നേതൃത്വത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി C വിജയ് സ്വാഗതവും സെക്രട്ടറി മനു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണികുളം സർവീസ് സഹകരണ ബാങ്ക് അനുമോദന സദസ്സ് നടത്തി. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ നിക്ഷേപകർക്കിടയിൽ വായ്പക്കാർക്കിടയിൽ മെമ്പർമാർക്കിടയിൽ പൊതുസമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന അംഗീകാരത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സംഘം വിദ്യാഭ്യാസ മേഖലയിലും അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം തന്നെയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരീക്ഷകളിലൊക്കെ തന്നെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കുട്ടികളെയും അനുമോദിക്കാൻ തീരുമാനിച്ചത്. സാധാരണ ബാങ്ക് എന്ന് പറയുമ്പോൾ അതിലേക്ക് നിക്ഷേപകർ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, നിക്ഷേപിക്കുക, അവരുടെ കാലാവധിക്കനുസരിച്ച് കൊണ്ടത് കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചെടുക്കുകയോ ചെയ്യുക. വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസ്, C സൂരജ്, പഞ്ചായത്ത് അംഗം V സിന്ധു, വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ രാജീവ് മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ, ജഗദീഷ്, TP ഭാസ്കരൻ, K കൃഷ്ണകുമാർ, ഗോപിനാഥൻ, V സുധ തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC +2 VHSC പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം പാലപ്പുറം ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം സംഘടിപ്പിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് വികസനത്തിന്റെ മുഖ്യ ലക്ഷ്യം നല്ല തലമുറകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ തലമുറയെ ആ അർത്ഥത്തിൽ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് സഹകരണ ബാങ്ക് ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. സമഗ്രമായ വികസനമാണ് അതിന് മുഖ്യം, തലമുറകളെ വാർത്തെടുക്കലാണ്. SSLC +2 VHSC CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ബാങ്ക് അനുമോദിച്ചത്. പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സിൽ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് N അസീസ് സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ K രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് N മുഹമ്മദ് ഫൈസൽ, T ഷിബു, C മാധവൻ, K രാധാകൃഷ്ണൻ, M രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആറ്റൂർ അറഫ സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപകരെയും ആദരിക്കൽ ചടങ്ങ് നടന്നു. അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ഹംസ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഈ സയൻസിൻ്റെ, ഈ ടെക്നോളജിയുടെ, ഈ പരിഷ്കാരത്തിൻ്റെ പുരോഗതിയുടെ ഭാഗഭാക്കായി തീരേണ്ടതുണ്ട് എന്ന രീതിയിൽ കാലം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ
പാകപ്പെട്ടിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ കൂടെയാണ്. അടുത്ത് വായിച്ചൊരു കാര്യം, 2020 നവംബർ മാസം 27-ാം തീയതി ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ആണവ ശക്തിയുടെ പിതാവ് ആരാണതിൻ്റെ പവർ, ന്യൂക്ലിയർ പവറിൻ്റെ, ഇറാൻ ന്യൂക്ലിയർ പവറിൻ്റെ പിതാവ് ആര് എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. മുഹസിൻ ഫക്രിസാദ എന്നാണ് പേര്. അറഫ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KM മുഹമ്മദ്, ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി MV സുലൈമാൻ, ഡയറക്ടർ ബോർഡ് മെമ്പർ ഹുസൈൻ ചെറുതുരുത്തി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും പ്രധാനാധ്യാപിക രമ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പുതിയ PTA ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര കാരാട്ടുപറമ്പ് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. OM മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു. CV ഗിരീഷ്, പ്രേമ, KV രാജൻ, K സുഭാഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കൂഴൂരിൽ NSS സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ ചൊല്ലി വിവാദം. ശക്തമായ എതിർപ്പുമായി ഒരു വിഭാഗം കരയോഗാംഗങ്ങൾ രംഗത്തെത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കരയോഗം ഭരണ നേതൃത്വത്തിനെതിരെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചും പ്രതിഷേധം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് കവർച്ച. വിലപിടിപ്പുള്ള പാത്രങ്ങൾ നഷ്ടപ്പെട്ടു. കയ്പമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി. BJP നേതാവ് N ശിവരാജിനെതിരെ DYFI. ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം. ശിവരാജിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് DYFI നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.